ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫ് കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അതിനാവശ്യത്തിന് 500 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 3 സവാള, ഒരു മീഡിയം തക്കാളിക്കായി, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഞാൻ സാധാരണ രീതിയിൽ കട്ട് ചെയ്യല്ല, അരച്ചാണ് ചേർക്കുന്നത്. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കട്ട് ചെയ്ത് മൂപ്പിക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് നമുക്ക് വാടിക്കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ആ സവാള ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് തന്നെ 2 ഗ്രാമ്പും 1 ഏലക്കായും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇളക്കിയതിന് ശേഷം ഇപ്പോൾ സവാള ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കായും ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിന് ഞാൻ ഇതിലേക്ക് 3 സവാള കേട്ടോ, ഒരു മീഡിയം തക്കാളിക്കായും. 500 ഗ്രാം ബീഫ്, ഏകദേശം 500 ഗ്രാം ബീഫുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വഴറ്റുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതിലും സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. 2 പച്ചമുളക് ഞാൻ കീറിയിട്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് ഗരം മസാല, ബീഫ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. അതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ആ മസാല മിക്സ് ചെയ്തെടുക്കാൻ. അതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നേരെ ഈ മസാലയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്യാം. മറ്റേത് ലൈറ്റ് ഫ്ലെയിമിൽ വേണം, ചെറു തീയിൽ വേണം ആ പൊടികൾ മിക്സ് ചെയ്യാൻ. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ബീഫ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാതി ലെമണ് പിഴിഞ്ഞൊഴിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫ് പെട്ടെന്ന് വേഗം. രണ്ടാമത്തത് പിന്നെ നമ്മുടെ മസാലക്കുത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. അതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിക്കുക. എപ്പോഴും വെള്ളം ഒഴിക്കാൻ നേരം ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കറിക്കൊന്നൊരു ടേസ്റ്റ്. ഞാൻ ഏകദേശം ഇതിനൊരു 8 വിസിൽ വരെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. 8 വിസിൽ വേകാൻ ചാൻസ് ഉണ്ട്. ഓരോരുത്തരുടെ കുക്കറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇതെന്താ അവസ്ഥ എന്നുള്ളത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം നിങ്ങളെ. പക്ഷെ ഞാനിത് കുറച്ച് ചാറ് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് തണുക്കുന്ന ഉടനെ ചാറങ്ങ് കുറുകിയതിന് ശേഷം നല്ലൊരു കട്ടിയായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ചാറ് കൂട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് ബ്രെഡ്, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിന് ശേഷം നമുക്ക് കടുക് കൊളുത്താം. കടുക് കൊളുത്താന്നല്ല, അത് ഉള്ളി മൂപ്പിച്ചൊഴിക്കണം നമുക്ക് ഇതിനകത്ത്. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതിന് ശേഷം കറിവേപ്പില ഇടുക, 2 വറ്റൽമുളകും കയറിയിടുക. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടെന്ന്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. സവോള കട്ട് ചെയ്യുന്ന സമയം ലാഭമാണ്, തക്കാളിക്ക് കട്ട് ചെയ്യുന്ന സമയം ലാഭമാണ്. ഇതെല്ലാം തൊലി കളയുക, നേരെ മിക്സിയിലിടുക, നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കണം നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.